വെൽക്കം ടു ബിഗ് ബോസ് ഡിസ്കഷൻ. ഇപ്പോഴത്തെ ബിഗ് ബോസ് എല്ലാവരും കണ്ടു കാണും. അപ്പം നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു ബിഗ് ബോസിന്റെ സീസൺസിനെ പറ്റിയും ബിഗ് ബോസ് എങ്ങനെ സമൂഹത്തിൽ അഫക്റ്റ് ചെയ്യുന്നു, ഇപ്പോഴത്തെ കണ്ടസ്റ്റന്റിനെ പറ്റിയും. ഓക്കെ, അപ്പം പാനലിൽ വിഷ്ണുലാൽ സുധ, ഡെവിൻ ഡേവിഡ് ആൻഡ് ഇറ്റ്സ് മീ അനന്ത് ശങ്കർ. ബിഗ് ബോസ് എല്ലാവരും കണ്ടു തുടങ്ങിയോ? ഡെവിൻ, ഇത്തവണ ഈ സീസൺ കാണണ്ട എന്നുള്ളൊരു ചിന്തയിലിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ കാരണം കണ്ടസ്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അതല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ളൊരു ഏഷ്യാനെറ്റിന്റെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളായി കണ്ടപ്പോ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ഇത്തവണ കാണരുത്, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കഴിഞ്ഞ തവണ പോലെ ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളില്ല എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് രീതിയിൽ ബിഗ് ബോസ് കാണരുത് എന്ന് വെച്ചോണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ മമ്മി ടി വി ഓൺ ചെയ്ത്, ഞാൻ ജോലി ചെയ്ത സൈഡിലിരുന്ന് ടി വി ഓൺ ചെയ്ത് ബിഗ് ബോസ് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അറിയാതെ ശ്രദ്ധിച്ചു നോക്കി അതിനകത്തിരുന്ന ക്യാരക്ടേഴ്സിനെ ജസ്റ്റ് അപ്പൊ പോലും ഓരോരോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രതീഷ് കുമാർ അങ്ങനെയുള്ള ചില ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ഇതെന്ത് വെറുപ്പീരാണ് എന്നുള്ള രീതിയിൽ തോന്നുകയും ചെയ്തിട്ടും ഡേ 1 ഡേ 10 ബിഗ് ബോസിന്റെ സമയം രാത്രി 12 മണി അങ്ങനെയുള്ള സമയം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടിരുന്നു പോവുകയാണ്. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് വരികയും അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്തു പോവുകയാണ്. നീ എല്ലാ എപ്പിസോഡും കണ്ടോ? ഇല്ല, ഒരു 2 എപ്പിസോഡായിട്ട് 2 ദിവസമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അല്ല, ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടതിൽ രതീഷ് ഒരു വട്ടനെ പോലെ മറ്റേ ഇതുവരെ കളിച്ചിട്ടുള്ള ബിഗ് ബോസിലെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള മറ്റേ കണ്ടസ്റ്റന്റിന്റെ കുറെ രീതികൾ വെച്ചിട്ടാണ് പുള്ളിയുടെ കളി പോകുന്നത്. അപ്പൊ അത് നമുക്ക് ബോറാണെന്ന് തോന്നുമെങ്കിലും അവിടെ ആക്റ്റീവ്ലി ഇപ്പൊ നിൽക്കുന്നത് ഒരാളാണ്. അപ്പം ഇങ്ങനത്തെ കുറെ രീതികള് വിഷ്ണു ചേട്ടാ, ഇപ്പം ഇങ്ങനത്തെ കഴിഞ്ഞ സീസണിന്റെ കുറെ രീതികൾ അനുകരിച്ച് കുറെ പേര് വരുന്നുണ്ട്. അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ കുറെ രീതികൾ അനുസരിച്ച് കുറെ ആൾക്കാർ വരുന്നുണ്ട് എന്നത് മാത്രമല്ല, നിങ്ങൾ ബിഗ് ബോസിന്റെ ഒരു സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം എനിക്കൊന്നും സെക്കൻഡ് സീസണിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സെക്കൻഡ് സീസണിൽ ഉണ്ടായിരുന്ന ഇവന്റ്സുകളൊക്കെ ഫസ്റ്റ് സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. ഇപ്പൊ രജിത് കുമാർ സാർ, കാരണം രജിത് കുമാർ സാറിന്റെ പോലത്തെ ഒരു ക്യാരക്ടർ ഒന്നും ഫസ്റ്റ് സീസണിലുണ്ട്. ഇപ്പൊ സാബുമോനൊന്നും ആ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പൊ എന്റെയിലേ ഡിഫറെന്റ് ആയിട്ടൊരു സാധനം അന്നവർക്ക് കിട്ടിയത് കൊണ്ടാണ് ആൾക്കാർ ആ ഒരു സീസൺ ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം പിന്നെ മറ്റേ നമ്മുടെ ഡിംപിൾ ബഹലും ഒക്കെ ഉള്ള ഒരു സീസൺ വന്നു. അപ്പൊ അതില് ഇപ്പൊ എന്താ പറയാ, കുറച്ചുകൂടെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർസ് ഉണ്ടായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് കൺക്ലൂഡ് ചെയ്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ ഈ ഡിംപിൾ ബഹൽ എന്നൊക്കെ ഉള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫാൻ ഫോളോയിങ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ആയാലും അതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സിനാണ്. അപ്പൊ എപ്പോഴും അതുപോലെ റോബിൻ രാധാകൃഷ്ണൻ വന്നപ്പോഴും ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അപ്പം ഇപ്പൊ ലാസ്റ്റ് അഖിൽ മാരാർ വന്നപ്പോൾ പോലും അഖിൽ മാരാർ ഒരിക്കലും റോബിനെയോ രജിത് സാറിനെയോ അല്ലെങ്കിൽ ഫിറോസിനെയോ ഒന്നും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. അവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിലാണ് നിന്നത്. അപ്പൊ ആ ഒരു വ്യത്യസ്തതയാണ് സത്യം പറഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. പിന്നെ കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും എനിക്ക് ഒരു പക്ഷേ കഴിഞ്ഞ വർഷം അല്ല, റോബിൻ കുറച്ച് ഇമിറ്റേറ്റിംഗ് ആയിരുന്നു. ആ ഒരു സംഭവം തുടങ്ങി. അതായത് എന്താ പറയാ, പണ്ട് ഇതിന് മുമ്പ് ചെയ്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റോബിൻ രാധാകൃഷ്ണനൊക്കെ വെച്ചിട്ടോ അതിനുശേഷമാണ് അങ്ങനെ ഒരു തോട്ട് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ചെയ്ത പോലെയൊക്കെ ചെയ്ത ആൾക്കാർക്ക് ഫാൻ ഫോളോയിങ് കൂടും, മറ്റു കാര്യങ്ങളൊക്കെ. മാത്രമല്ല ഇവര് ലാസ്റ്റ് 3 years ആയിട്ട് ഇവര് ഈ പറയുന്ന ബിഗ് ബോസ് ഏഷ്യാനെറ്റും ചെയ്യുന്ന അതുപോലെ തന്നെ ഇപ്പം ഹാങ് ഓവർ സിനിമ കണ്ടിട്ടില്ലേ? ഫസ്റ്റ് 1 ഹിറ്റ് ആയിരുന്നു, ഹാങ് ഓവർ സെക്കൻഡ് 1 ഫ്ലോപ്പ് ആയിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ് ഓവർ ഫസ്റ്റിന്റെ റിപ്ലിക്ക ആയിരുന്നു ഹാങ് ഓവർ സെക്കൻഡ്. പക്ഷെ ഹാങ് ഓവർ തേർഡ് ഹിറ്റായി. എന്തുകൊണ്ട്? കാരണം ഹാങ് ഓവർ സെക്കൻഡിന്റെ വ്യത്യസ്തത ഉണ്ടായിരുന്നു തേർഡിലേക്ക് വന്നപ്പം. സെയിം സംഭവമാണ്. ഇപ്പം ടെംപ്ലേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കണ്ടസ്റ്റൻസിനെ എടുക്കുന്ന പോലും നമുക്കിപ്പം ഈ പറഞ്ഞ സിജോ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇതിന് മുമ്പുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ രതീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ പുള്ളി ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറിന് പകരമാണ് വന്നത്. ഇപ്പം എന്താ പറയാ, ഇപ്പം നാദിക്ക് പകരം ഇപ്പം ജാൻമണി. അപ്പൊ അങ്ങനെ നമുക്ക് ഒരാളെ മറ്റേ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്തതാണെന്നുള്ളൊരു തോന്നൽ വരും. സത്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ചെയ്യേണ്ടിയിരുന്ന അങ്ങനെ ആയിരുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സീസൺ കണ്ടു, ആ സീസണിലെ ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടാതിരിക്കും, ആ സീസൺ കണ്ടു തീർന്നു. പുതിയ സീസണിൽ കുറച്ച് ഫ്രഷ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വേണം. പേഴ്സണാലിറ്റി വൈസ് ആണെങ്കിൽ കൂടിയും കുറച്ച് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് നമുക്ക് കാണാൻ പറ്റണം. പക്ഷെ അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുന്നില്ല ഈ സീസണിൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഈ സീസണിൽ ലാസ്റ്റ് 4 സീസൺ അല്ലെങ്കിൽ 5 സീസണിന്റെ ആൾക്കാരുടെ റിപ്ലിക്ക ലാസ്റ്റ് 5 സീസണിൽ ഇന്ന ആൾക്കാരാണ് എന്താണ് ഹിറ്റായത്. ആ ഹിറ്റായ ആൾക്കാർക്ക് പകരം വെക്കാൻ പറ്റിയ ഒരാളുണ്ടോ? അങ്ങനെയാണ്. ഇപ്പം എന്താ ലക്ഷ്മി പ്രിയക്ക് പകരം വെക്കാൻ പറ്റുന്ന ആളുണ്ടോ? അല്ലെങ്കിൽ റോബിൻ രാധാകൃഷ്ണന് പകരം വെക്കാൻ പറ്റുന്ന ആളുണ്ടോ? രജിത് കുമാർ സാറിന് പകരം വെക്കാൻ പറ്റുന്ന ആളുണ്ടോ? മറ്റേ ആൻഡ്രയ്ക്ക് പകരം വെക്കും. മീൻസ് ആ രീതിയിൽ
ഓരോ ആൾക്കാരെ പറ്റുന്ന ആൾക്കാരെ വെച്ചിട്ട് ചെയ്തു. അപ്പൊ ഈ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതല്ലേ, പിന്നെ ഇവര് വീണ്ടും ഇരുന്ന് കാണാൻ എങ്ങനെയാണ്? അതിന്റെ ഒരു എക്സ്ട്രീം വെർഷൻ കൂടെ പറയാം. ഇപ്പൊ സാധാരണ വെച്ച് കഴിഞ്ഞാല് നമ്മള് കുരങ്ങന്മാരെ പോലെ അഭിനയിക്കുന്നതും യഥാർത്ഥ കുരങ്ങന്മാരെ എടുത്ത് സൂര്യയിടുന്നത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെയാണ് നമ്മൾ ഇതിനു മുമ്പ് വന്ന ആൾക്കാരൊക്കെ കുരങ്ങന്മാരെ പോലെ അഭിനയിക്കുകയാണ് ചെയ്തെങ്കിൽ ഇപ്പൊ കുറെ യഥാർത്ഥ കുരങ്ങന്മാരെ എടുത്ത് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫേക്ക് ആണെന്ന് ചിലത് ഫീൽ ചെയ്യും നമുക്ക്. ഇതുവരെ ഫേക്ക് ആണെന്ന് ഫീൽ ചെയ്യില്ല. ഫേക്ക് ആണെന്ന് അവർ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പോലെ. ഞാൻ ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് രതീഷിന്റെ കാര്യത്തില് അല്ല, രതീഷിന്റെ ഞാൻ അനലൈസ് ചെയ്ത് വെച്ചത് പുള്ളി ഇങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓരോരുത്തരെ പ്രൊവോക്ക് ചെയ്യാൻ പോവുക, അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളി അത് പറയുന്നുണ്ട്, എന്നെ ഒറ്റപ്പെടുത്തു. അത് സംഭവം ഒരു കോമഡി എന്നുള്ള രീതിയിൽ പുള്ളി കോമാളിത്തരം കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്റെ വിജയമാണ്. 2 ദിവസം ടാർഗറ്റ്, 4 ദിവസം ടാർഗറ്റ് 12 പേരാണ്. 5 ദിവസം കൊണ്ട് 18 പേരെ ശത്രുക്കളാക്കും. എന്നിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ പറ്റൂ. ഇപ്പൊ സിജോയുടെ കാര്യമാണെങ്കിൽ പുള്ളി ഭയങ്കര ഇന്റലക്ച്വൽ ആണെന്നുള്ള രീതിയിൽ പുള്ളി എല്ലാം അനലൈസ് ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയുണ്ട്. പിന്നെ എനിക്ക് ജാസ്മിന്റെ കുറച്ച് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അനന്ത, ഇതിൽ വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നമുക്ക് വെടി പൊട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞെട്ടുന്ന എപ്പോഴായിരിക്കും? ഭയങ്കര സൈലൻസിൽ, അല്ലെങ്കിൽ നമ്മൾ വെടി പൊട്ടുന്ന അറിയുകയും ചെയ്യാത്ത സമയത്ത് വെടി ഇങ്ങനെ പൊട്ടുന്ന സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കുന്നത്. ഒരു വെടിക്കേറ്റ് അടുത്തോട്ട് ചെന്നതിന് ശേഷം വെടിക്കേറ്റ് നടക്കുമ്പോഴത്തേക്ക് അത് എവന്റെ ഗുണ്ട് പൊട്ടിയാലും നമുക്കൊന്നും തോന്നില്ല. സത്യം പറഞ്ഞാൽ അതാണ് ഇവിടെ നടക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അലറുകയും വഴക്കിടുകയും ചെയ്താൽ മാത്രമാണ് അറ്റൻഷൻ കിട്ടുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് ഇവർ മാറി. ഇവരാരും ഇവരുടെ യഥാർത്ഥ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു സമയം എടുക്കില്ല. ഇപ്പം കഴിഞ്ഞ അങ്ങേ സീസണിലെ ഡിഷ ചെയ്തത് ഭയങ്കര രസമുള്ള സംഭവമാണ്. പുള്ളിക്കാരി ആദ്യത്തെ കുറെ എനിക്കൊരു 20-30 ദിവസം കൊണ്ട് പുള്ളിക്കാരി ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെയാണ് അതിൽ കയറി വർക്ക് ചെയ്തത്. ഇവൻ ജാസ്മിൻ ആണെങ്കിൽ പോലും ഇതിലെ ജാസ്മിൻ, ആ സീസണിലെ ജാസ്മിൻ ആണെങ്കിൽ പോലും ആദ്യത്തെ ഒരു ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ എനിക്ക് തോന്നുന്നു ഇവർ തന്നെ ചോദിച്ചു, ലാലേട്ടൻ തന്നെ ചോദിച്ചു, നിങ്ങൾ ഇത് എന്താണ്, നിങ്ങൾ ഇവിടെ റിലാക്സ് ചെയ്യാൻ വന്നതാണെന്ന് പോലും ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവർ ആ ഒരു രീതിയിൽ പൊട്ടിത്തെറിയിലേക്കല്ല പോയത്. അവർ ആദ്യം അവരുടെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തു, എന്താണ് അവര് എന്ന് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഇമോഷണലി ഒന്ന് കണക്ട് ആവും. പിന്നെ അവർ പൊട്ടിത്തെറിച്ചാൽ അത് നമ്മളെ കുക്ക് ചെയ്യും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമേ വരുമ്പോ തന്നെ ഇല്ല മറ്റെന്തോ ഇവരെ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ഡെവിന് ശ്രദ്ധിച്ചോ? അതെ. കഴിഞ്ഞ തവണ ഇച്ചിരൂടെയും എന്തുവാ, നമ്മൾ കഴിഞ്ഞ സീസണിൽ നോക്കുവാണെങ്കിൽ ഒരു 30-40 ഡേയ്സ് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു കുറച്ച് പ്രശ്നങ്ങളായാലും ഒരു മൂഡിലോട്ട് എത്തിയത്. എന്നാൽ പോലും അവരൊരു ചെറിയൊരു ഇഷ്യൂ കഴിയുമ്പോൾ തന്നെ അപ്പൊ തന്നെ സോൾവ് ചെയ്യുന്നു, അതല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് പോകുന്നു. അത് ആരുടെ തന്നെ പല എപ്പിസോഡിലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ സീസൺ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെറ്റർ സീസണാണ്, കാരണം വഴക്കൊന്നുമില്ല, നിങ്ങളെല്ലാം പറഞ്ഞു തീർത്തു പോവുകയാണ്, നല്ല ഗെയിമായിട്ട് കളിക്കുന്ന ആ ഒരു രീതിയിൽ പറഞ്ഞ എല്ലാം മിക്ക എപ്പിസോഡിലും വന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഇപ്പൊ തുടക്കം തൊട്ടേ എല്ലാവരും സ്ക്രീൻ പേസിന് വേണ്ടിയിട്ട്, എല്ലാവരും ക്യാമറ അവരെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി വിഷ്ണു ചേട്ടൻ പറഞ്ഞ മാതിരി ആക്റ്റീവ് ആണ് ശരിക്കും. എനിക്ക് എന്റെ അടുത്തേക്ക് ഫോക്കസ് വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യും. അതിനകത്ത് സിജോയുടെ ക്യാരക്ടർ, സിജോ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കൊരു ഓക്കെ, ഞാൻ റീസെന്റ് ഒരു പുള്ളിനെ ഫോളോ ചെയ്യുന്ന ഒരു ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഫോളോ ചെയ്യാറുള്ളതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അത് പുള്ളി അവിടെ വന്നിട്ട് കാണിക്കുന്നത് എന്തോ ആരെയൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ, പല മൂവി സ്റ്റാർസിനെ പോലും എനിക്ക് വന്നിട്ട് ടോവിനോ തോമസിന്റെ ഒരു ഇമിറ്റേഷൻ പോലെ തോന്നി. അതേപോലെ റോബിന്റെ, അങ്ങനെ കുറച്ച് അധികം ക്യാരക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഒരു ഇതുണ്ടാകും. നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ആണ് വരുന്നത്. അപ്പൊ എനിക്കല്ലേ ഇടയ്ക്ക് തോന്നിയ സംഭവം എന്ന് വെച്ചാൽ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു ഡയലോഗ് ഇല്ലേ, ചേട്ടന്റെ ഇതിനെ പറ്റി വല്ല ഐഡിയ ഒന്നും ഇല്ലല്ലേ, ആ ഒരു സംഭവമാണ് ബേസിക്കലി. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത് മത്സരിക്കുന്നവർക്ക് ഈ പരിപാടിയെ കുറിച്ച് വലിയ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പം ബിഗ് ബോസ് ഫസ്റ്റ് തന്നെ പവർ ടീം എന്ന് പറഞ്ഞിരണം, അത് ക്ലാഷസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ മറ്റേ രതീഷ് എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ മനഃപൂർവ്വം ഓരോരുത്തരെ ചൊറിയുന്നു. അപ്പൊ പുള്ളി ഈ ക്യാരക്ടർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ആ ഒരു അവഗണനയുണ്ട്. ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പറയാൻ മനസ്സിലാവുന്നില്ലേന്ന് എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ 2-3 ടാസ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് 3 തവണ ചോദിച്ചേക്കുന്നു, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു, പവർ ടീമിന്റെ പവർ എന്താണെന്ന് ചോറ് കഴിക്കരുത്. നമ്മൾ ഈ നഴ്സറിയിലൊക്കെ പിള്ളേരെ കൊണ്ടുവന്ന് ചേർക്കുമ്പോഴത്തേക്ക് ടീച്ചർമാർ ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് അംഗൻവാടിയിലെ കുട്ടികളൊക്കെ ഇരുന്ന സമയത്ത് ടീച്ചർമാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തില്ല, അതിനുള്ളൊരു ബോധവും പക്വതയും ആയിട്ടില്ല. എക്സാക്ട്ലി അവിടെ ആ ഒരു അംഗൻവാടിയിൽ രാവിലെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പിള്ളേർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ ബിഹേവ് ചെയ്യുന്നത്.
ഇപ്പം ആനന്ദ പറയുന്നു അവർക്കിടയിൽ കോൺഫ്ലിക്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ബിഗ് ബോസ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്കത് വലിയൊരു കോൺഫ്ലിക്ട് ഉണ്ടാക്കാനുള്ള സാധനമായിട്ട് ഫീൽ ചെയ്തത്. കാരണം ഒരു തുടക്ക സമയത്ത് അതിൽ എനിക്ക് തോന്നുന്നു പല ഇൻസിഡൻസും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സിമ്പിൾ ഇൻസിഡൻസ് പറയാം. ഒരു മറ്റേ ജാൻമണി മറ്റേ സിഗരറ്റ് കത്തിച്ചൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ അടുപ്പിൽ നിന്ന് സിഗരറ്റ് കത്തിച്ച ആദ്യത്തെ ഫൈറ്റ് ഉണ്ടായത് അതിനാണ് തോന്നുന്നു. അതൊക്കെ സീരിയസ്ലി നമ്മളൊരു കോമൺ ആയിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്, ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഇതൊക്കെ മോശമല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാവോ, അത് ഒരു മോശം സംഭവമല്ലേ, നിങ്ങൾ ഇനിയെങ്കിലും. കാരണം നമ്മൾ വലിയ പരിചയമൊന്നും ആയിട്ടില്ല, 1 ദിവസം 2 ദിവസത്തെ പരിചയമുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മുടെ റിയൽ മൈസെൽഫ് നമ്മളാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്, ഇത് വളരെ മോശമായിട്ടുള്ള സംഭവമല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക, എനിക്കത് ഞാൻ അടുക്കളനെ കുറച്ചുകൂടെ ഇതായിട്ട് കാണുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പേഴ്സണലി അതെനിക്ക് ഹർട്ട് ആവും എന്ന് പറയുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ ക്യാരക്ടർ മനസ്സിലായി. രണ്ടാമത് വീണ്ടും അവരത് ചെയ്യാണ് എങ്കിൽ ഇവൻ പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലിക്കാവും. ഇവ ഇപ്പൊ പൊട്ടിത്തെറിക്കും, കാരണം ഇവൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇത് ആദ്യമേ ചെന്ന് പൊട്ടിത്തെറിക്കുകയല്ല, ആഭാസം കാണിക്കുക ചെയ്യുന്നത്, വെറും ആഭാസത്വം കാണിക്കുക ചെയ്യുന്നത്. അതൊരു പൊട്ടിത്തെറിയല്ല, വളരെ വ്യക്തമായിട്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രേക്ഷകർ കാണാനിരിക്കുന്നത് അവരുടെ റിയൽ സെൽഫ് അല്ലേ. നമ്മളൊരു 100 ദിവസം ഒരാളെ ഒരു സ്ഥലത്ത് അടച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, റിയാലിറ്റിയിൽ ഇവർ എന്താണ്. ഈ 100 ദിവസം അഭിനയിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് മോശമായിരിക്കും. അതെ, അല്ല ഈ രതീഷ് ആദ്യം തന്നെ ഇങ്ങനെ കുറെ പ്ലാൻഡ് ആണ്. പുള്ളിക്ക് ആക്ച്വലി സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്, അത് നമുക്ക് ഈ എപ്പിസോഡ് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ഈ ഇന്നലെ കോമഡി സ്റ്റാർസിലുള്ള മറ്റൊരു പെൺകുട്ടി, ഞാൻ പേര് ഓർക്കുന്നില്ല, അവരൊരു കറക്റ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു, രതീഷ് മണ്ടനാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുറത്തെ ആൾക്കാരുടെ എന്താ സപ്പോർട്ടൊന്നും കിട്ടില്ല. അത് ലൈവിൽ കണ്ടതാണ്, അത് വേറെ എപ്പിസോഡിലൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇപ്പൊ ഇവിടെ ഇടാം. രതീഷേട്ടൻ കാര്യമില്ലാത്ത കാര്യത്തിന് വഴക്കുണ്ടാക്കുന്ന ആളാ. രതീഷേട്ടൻ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. രതീഷേട്ടൻ പുറത്ത് നല്ല കോച്ചിങ് കഴിഞ്ഞിട്ട് വന്ന ആളാ. രതീഷേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെടണം, ആക്റ്റീവ് ആയിരിക്കണം, നിങ്ങൾ അങ്ങോട്ട് ആൾക്കാർ നിങ്ങളെ കോർണർ ചെയ്യണം, ആൾക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തണം, നിങ്ങൾ അപ്പോൾ സ്റ്റാർ ആവും അതിനുവേണ്ടി. പക്ഷെ ഒരു കാര്യം രതീഷേട്ടൻ അറിയില്ല, രതീഷേട്ടൻ മണ്ടനാണ്. ഇവിടെയുള്ള കാര്യങ്ങൾക്ക് ശക്തമായി പ്രതികരിച്ചിട്ട് അയാൾ ഒറ്റപ്പെട്ടെങ്കിൽ അയാൾ സ്റ്റാർ ആയനെ. ഇത് അയാൾ അങ്ങനെ അല്ല പ്രതികരിക്കണേ, അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കണതാ, അത് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കില്ല. ഓക്കെ, അപ്പം ആ രീതിയിൽ രതീഷിനെ പുറത്ത് വിലയിരുത്തുന്നത് നമുക്ക് മറ്റേ ഈ ബിഗ് ബോസിന്റെ ഗ്രൂപ്പിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ സ്ക്രീൻ സ്പേസിന്റെ കാര്യത്തിലും പുള്ളി ഒരു കോമാളിയാണ്, ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പുള്ളി ഈ ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ സംസാരവും തൃശ്ശൂർ ഭാഷയൊക്കെ വെച്ചിട്ട് കുറെ ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിൽ മറ്റേ ജിൻഡോ മറ്റേ സിജോ മാന്തി എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്ന് കിടന്നു. അപ്പൊ ഞാൻ രാത്രി 10-12 മണിക്ക് ലൈവ് നോക്കിയപ്പോഴത്തേക്ക് പുള്ളി അവിടെയും വന്നിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളി 100 ദിവസം എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്, ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത് 2 പേര് വന്നിരിക്കുമ്പം അവരെയും ചൊറിയുന്നു. അപ്പം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതന്നെ പുള്ളിക്കാണല്ലോ. അപ്പം ലാസ്റ്റ് അവസാനം ആകുമ്പോഴത്തേക്കും ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പുള്ളിക്കൊരു ഫാൻ ബേസ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടെ ഒരു സറ്റിൽ പ്ലേ ആയിട്ട് തോന്നിയത് മറ്റേ അർജുൻ എന്ന് പറയുന്ന പുള്ളിയില്ലേ, പുള്ളി കുറച്ചുകൂടെ സറ്റിലാണെന്ന് തോന്നുന്നു. കാരണം ലീഡർഷിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളി സ്ലോലി ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു 30 ദിവസമൊക്കെ പുള്ളി അവിടെ പിടിച്ചു നിൽക്കുകയാണ് എങ്കിൽ ഒരു 31ാമത്തെ ദിവസം തൊട്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു രസമുള്ള ഒരു അർജുനെ കാണാൻ പറ്റും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം അതിൽ ഈ പറയുന്ന റോക്കി ആണെങ്കിലും ഇവരെല്ലാരും ആണെങ്കിലും ഫോർ ദ ടൈം ബീങ് അവരല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അർജുൻ കുറച്ചുകൂടെ റിയൽ ആയിട്ടാണ് കളിക്കുന്നത്. അർജുൻ എന്താണോ അതാണ് അർജുൻ ഇപ്പം കാണിക്കുന്നതെന്നാണ് ഞാൻ പേഴ്സണലി വിലയിരുത്തുന്നത്. പുള്ളി ഭയങ്കര നല്ലൊരു ലീഡറാണ്, എല്ലാരെയും കേട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ പുള്ളി വന്ന് സമാധാനമായിട്ട്, വേണമെങ്കിൽ പുള്ളിക്ക് ഒരു വിഷയം ഉണ്ടാക്കാം, പുള്ളി ആ വിഷയം ഉണ്ടാക്കുന്നില്ല, പുള്ളി പരിഹരിച്ച് ഓക്കെ അങ്ങനെ സമാധാനിപ്പിക്കുക, അല്ലെങ്കിൽ വിഷയം ഇതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ സോൾവ് ചെയ്ത് വിടുക. പുള്ളി നല്ല ലീഡർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ കണ്ടന്റ് വൈസ് കുറവാണ് കിട്ടുന്നത്. കോണ്ടന്റ് ഇപ്പൊ കിട്ടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ഒരു 3-4 എലിമിനേഷൻ, എനിക്കൊന്ന് ഫസ്റ്റ് ചിലപ്പോൾ എലിമിനേഷൻ തന്നെ നടന്നില്ല എന്ന് വരും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, കഴിഞ്ഞ വർഷം ആദ്യത്തെ ദിവസം എലിമിനേഷൻ ഇല്ല, ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഒരു ഇതും കൂടെ തരട്ടെ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഫസ്റ്റ് വീക്ക് എലിമിനേഷൻ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് വീക്ക് ഈ എലിമിനേഷനും മറ്റ് സംഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇവരൊന്നും എലിമിനേഷനിൽ വരുത്തുപോലുമില്ല. കാരണം ആദ്യത്തെ ഒരു 2-3 ആഴ്ച നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, നിങ്ങൾ ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ടാസ്കിൽ നിങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 ആഴ്ച നിങ്ങൾ അവിടെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല.
ഈ ആദ്യത്തെ 2-3 ആഴ്ച നിങ്ങൾ ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ 2-3 ആഴ്ച കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം എന്താണ്, നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ നിങ്ങളുടെ കൂടെ ആയിരിക്കും. ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി വരുന്ന, ഈ റോബിൻ രാധാകൃഷ്ണന്റെ ഫസ്റ്റ് ഇഷ്യൂ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാവോ? ഈ എന്തായാലും ആരാണ്, പാവയല്ലേ, നിമിഷയാണെന്ന് തോന്നുന്നു. നിമിഷയുടെ പാവ ഒന്ന് എന്തുവാ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അതുവരെയുള്ള റോബിൻ രാധാകൃഷ്ണന്റെ ക്യാരക്ടർ വെച്ചിട്ട് റോബിൻ ഒരിക്കലും ചെയ്യാത്തൊരു ട്വിസ്റ്റാണ് അവിടെ ചെയ്തത്, അല്ലേ? ഒരാൾ പോലും വിചാരിച്ചില്ല ആ കിട്ടിയ പാവ റോബിൻ കൊടുക്കാതിരിക്കുന്നു, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ആദ്യമേ റോബിൻ രാധാകൃഷ്ണൻ വേറൊരു ഇപ്പോഴത്തെ ഒരു സംഭവം എന്താണ്, ഇപ്പം ഏത് മന്ദബുദ്ധിക്കും അറിയാം രതീഷ് ഒരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന്. അതിൽ എന്താ ഒരു ഇതുള്ളത്? അപ്പം ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ആയിരുന്നു റോബിനെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതുവരെ റോബിന് വലിയ ഫാൻസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഒറ്റ സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് റോബിന്റെ ഫാൻസ് കൂടി, മനസ്സിലായല്ലേ? പിന്നെ അഖിൽമാരാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അഖിൽമാരാർ ഈ ബിഗ് ബോസിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അഖിൽമാരാർ. ആ ഹേറ്റേഴ്സിനെ മൊത്തം ഫാൻസ് മാറ്റിയത് അവന്റെ റിയൽ അഖിൽമാരാർ എന്താണോ അങ്ങനെയായി തന്നെ നിന്നു എന്നാണ്. നിങ്ങളിപ്പം ബിഗ് ബോസിന് പുറത്തിറങ്ങിയ അഖിൽമാരാറിനെ കണ്ടാലും ബിഗ് ബോസിന് അകത്തുണ്ടായിരുന്ന അഖിൽമാരാറിനെ കണ്ടാലും ഇപ്പൊ നമുക്കറിയാം ഒരു വ്യത്യാസവും ഇല്ല. റോബിൻ രാധാകൃഷ്ണനും അത് തന്നെയാണ്. ബിഗ് ബോസിന് അകത്ത് എന്തായിരുന്നു അത് തന്നെയാണ് പുള്ളി വെളിയിലും. അവിടെ ആരൊക്കെ എത്രയൊക്കെ നിങ്ങൾ ഫേക്കാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം അത് തന്നെയായിരുന്നു റോബിൻ വെളിയിലും. അതെ അതെ. എനിക്കിപ്പോ ഇതിന്റെ അകത്ത് എന്താ പേരെടുത്ത് പറയുന്ന ജാസ്മിന്റെ കുറച്ച് സ്ഥലത്തെ പെർഫോമൻസ്, സിജോയെ ഒരു മൂത്രസഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ പറഞ്ഞു ഞാൻ നിന്നെ പെടുപ്പിക്കും. അപ്പൊ പുള്ളിക്കാരി ചോദിച്ചു എന്താ മൂത്രസഞ്ചി ഞങ്ങളുടെ കയ്യിലാണോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ച് ആ ഒരു ഡിസ്കഷൻ നടന്നു. പിന്നെ മറ്റേ റോക്കി എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് ഭയങ്കര അടിയൊക്കെ ഉണ്ടായി. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താ പുള്ളിക്കാരി കയറി വരുമെന്ന് തോന്നുന്നു. അല്ല, ജാസ്മിൻ വീണ്ടും കയറി വരും. കാരണം ജാസ്മിന്റെ ഇപ്പം ഒരു ആദ്യത്തെ ഒരു 3-4 ആഴ്ചത്തേക്ക് ജാസ്മിന് വലിയ രീതിയിൽ പേടിക്കാനില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഒരു ഫാൻ ബേസ് ഓൾറെഡി ഉണ്ട്. നിങ്ങളിപ്പം ജസ്റ്റ് ഏത് പോൾസ് എടുത്ത് നോക്കിയാലും അറിയാം അതിൽ ജാസ്മിന് കുറച്ച് പെർസെന്റേജ് വോട്ട്സ് ഉണ്ട്. അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ കുറച്ചുകൂടെ ഇപ്പം ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ മറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വന്നവരെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിന് കുറച്ചുകൂടെ ഫോളോവേഴ്സ് ഉണ്ട്. ജാസ്മിൻ കുറച്ചുകൂടെ ടോപ്പിൽ നിൽക്കുകയാണ്. ഓബിയസ്ലി എന്താ പറയാ, അവർ കൈകാര്യം ചെയ്തതിന്റെ കോണ്ടന്റും അങ്ങനത്തെ സംഭവം തന്നെയായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അവളുടെ ആക്ച്വലി ഷീസ് ബ്യൂട്ടിഫുൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ ഒരു മെയിൽ ഫാൻ ബേസ് കാണും. അതോടൊപ്പം തന്നെ അവള് കൈകാര്യം ചെയ്ത കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്തുകൊണ്ടിരുന്നത് പെൺകുട്ടികളിലേക്കാണ്. അതുകൊണ്ട് അവൾക്കൊരു ഫീമെയിൽ സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ആദ്യത്തെ ഒരു 3-4 ആഴ്ച പിടിച്ചു നിൽക്കുന്നുള്ളത് ഓൾമോസ്റ്റ് ഷുവറാണ്. അപ്പം ഇനിയിപ്പം അതിനുശേഷമേ അവളുടെ ക്യാരക്ടർ വെച്ചിട്ട് ആൾക്കാർ വിലയിരുത്തത്തുള്ളൂ. അതുകൊണ്ട് ജാസ്മിൻ ആദ്യത്തെ ഒരു 3-4 ആഴ്ച അവൾ എന്തായാലും സേഫാണ്. അതെ, ഇപ്പം ലവ് ട്രാക്ക് എന്നുള്ള രീതിയിൽ ജാസ്മിനെയും മറ്റേ നിങ്ങളുടെ ഒരു അതെ ഗബ്രിയോ അതെ ഗബ്രി ജാസ്മിൻ ആൻഡ് ഗബ്രി അത് മോശം രീതിയിലാണ് തോന്നിയേക്കുന്നത്. ജാസ്മിന്റെ കയറി വന്നിരുന്ന ആ ഒരു ഗ്രാഫ് അങ്ങ് താഴത്തോട്ട് വന്ന പോലെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ജാസ്മിനും റോക്കിയുമായിട്ടുള്ള ഒരു അടിയുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെവിടെയും കണ്ടില്ലെന്ന് തോന്നുന്നു. ലൈവ് ആണോ ഞാൻ കണ്ടെന്ന് ഓർക്കുന്നില്ല. ഇതില് എല്ലാം ഒരു അവോയ്ഡ് ചെയ്യാനാണ് റോക്കി ഒരു സൈഡിൽ നിന്ന് കയറി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ഒരു സംസാരമാണെങ്കിലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള ക്യാരക്ടർ ഫീൽ ചെയ്യുന്നുണ്ട് റോക്കിലോ തന്നെ. വോട്ടിങ്ങിന്റെ ഇതില് ടോപ്പിൽ നിൽക്കുന്നത് റോക്കിയാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു വോട്ടിംഗ് ഇപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത് റോക്കി തന്നെയാണ്. റോക്കി ഉണ്ട്. അപ്പൊ റോക്കിനെ ആരും അവഗണിക്കുന്നില്ല. പക്ഷെ ഇപ്പം സീരിയസ്ലി, കാരണം റോക്കി ഫ്രം ദ ബിഗിനിങ് ബിഗ് ബോസിന്റെ ഫസ്റ്റ് എന്താ പറയുക ഇൻട്രോ തൊട്ട് റോക്കി കുറച്ച് ഓവറല്ലേ എന്നൊരു തോന്നലുണ്ട്. അതെ ഇന്നലെ വീട്ടിലെ കാര്യം പറഞ്ഞായിരുന്നു. ലൈഫ് സ്റ്റോറി രതീഷ് പറഞ്ഞു ബിഗ് ബോസ് പ്ലസിലാണെന്നുള്ളതെന്ന് തോന്നുന്നു. രതീഷ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. മറ്റേ ലൈഫ് സ്റ്റോറി പറയുമ്പം എനിക്ക് വലിയ വീടുണ്ട്, എനിക്ക് 800 സ്ക്വയർ ഫീറ്റിന്റെ ബാത്റൂം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ്, എന്താ അമ്മ ഈ ജോലി ചെയ്യുന്നു, അച്ഛൻ ഈ ജോലി ചെയ്യുന്നു, കരാട്ടയാണ്. അവിടെ എവിടെ സ്റ്റോറി? രതീഷ് അത് ചോദിച്ചത് പോയിന്റാണ്. ഇതാണ് ലൈഫ് സ്റ്റോറി. അപ്പം അത് നമുക്ക് തള്ളായിട്ട് ഉള്ളതായിരിക്കാം. പക്ഷെ ആ ഒരു റിച്ച്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റോറി ഒന്നുമില്ല. പക്ഷെ ഒരു സംസാര വിഷയമായി.
പൈസ കൊടുത്താണ് ബിഗ് ബോസ് കയറാൻ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഭയങ്കര പാവപ്പെട്ട അല്ല ആളായിരിക്കും. ഞാൻ അതിനകത്ത് എല്ലാവർക്കും അത് എല്ലാവർക്കും ഒരേപോലെ വർത്തമാനം പറയാനുള്ള കഴിവും കൂടി ഉണ്ടാവത്തില്ല. അപ്പൊ അതായത് അവനിപ്പോ ഒരു സെലിബ്രിറ്റി ആയിരിക്കും, അവൻ മേ ബി റോക്കി ഒരു അറിയപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ടായിരിക്കാം, കോമണർ അല്ലല്ലോ എന്തായാലും ബിഗ് ബോസിലോട്ട് എത്തിയത്, അറിയപ്പെടുന്ന അത്യാവശ്യം ഒരു അറിയപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും എത്തിയത്. പക്ഷെ എന്നും പറഞ്ഞ് ഒരു സൊസൈറ്റിയിൽ ഇറങ്ങി ആളുകളുടെ കൂടെ നിന്ന് ചുറ്റും നിന്ന് പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒരു കഴിവില്ലാത്തൊരു വ്യക്തി ആയിരിക്കാം മേ ബി. ആ കൂടെ അറിയാവുന്നത് എനിക്കിതുണ്ടെന്ന് പറയാൻ മാത്രമായിരിക്കാം. അതായിരിക്കും സംഭവിച്ചത്. അതായത് ഇവിടെ നിന്നിട്ട് കുടുംബ ചരിത്രം മൊത്തം ഇപ്പോ ബിഗ് ബോസിലോട്ട് വന്ന് ബിഗ് ബോസിന്റെ നമ്മുടെ ലൈഫിൽ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഒരു കോണിൽ വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ വിളമ്പണം എന്നുള്ളതും ലോജിക്കലി പ്രാക്ടിക്കലായി വോട്ടിന് വേണ്ടിയിട്ട് ചിലര് വന്നിട്ട് ഇങ്ങനെ എന്റെ ജീവിതം തൊട്ട് ഇങ്ങനെയാണ്, ചെറുപ്പം തൊട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു പേര് ഞാൻ വിട്ടുപോയി ആയിട്ടുള്ള ജിറ്റോ എന്നാണോ? മസിലുള്ള ജിൻഡോ വന്നിട്ട് കുറെ അധികം ഇതൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം എനിക്ക് 10 കിട്ടുമായിരുന്നു. അങ്ങനെ വോട്ടിന് വേണ്ടി പലതും പറയുന്നത് പോലെ ഒന്നുണ്ട്. അപ്പൊ ഇച്ചിരൂടെ ജെനുവിൻ ആയിട്ട് മേ ബി വോട്ടിന് നിന്നതായിരിക്കാം. പുള്ളിക്ക് എന്താണോ പുള്ളിയുടെ ലൈഫ് എന്താണോ. വേറെ കാര്യം ആലോചിച്ചാൽ ഒരു തൃശ്ശൂർ സ്ലാങ്, ഒരു കരാട്ടേക്കാരൻ, ഒരു ജിമ്മൻ, ഇത് ഈ ടെംപ്ലേറ്റ് ഭയങ്കര ഇതാണ്. ഒരു എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഒരു സീരിയൽ നടി അമ്മായി ഇല്ലേ സ്ഥിരം. പ്രായമുള്ള അതെ 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 എന്താ കാണാൻ മീൻസ് കുറച്ച് എന്താ പറയുക മോഡൽ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരുത്തൻ, ഒരു കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരുത്തൻ, അങ്ങനെ ഒരു ഭയങ്കര ടെംപ്ലേറ്റ് ആയിട്ട് ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ കണ്ടത്. ഒരു എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തമുള്ള ആരെങ്കിലും ഒക്കെ കൊണ്ടുവരണം എന്നാണ് വളരെ സീരിയസ്. പിന്നെ എനിക്ക് ആ കോമണേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് രണ്ടുപേരെ കുറിച്ച്? കോമണറിലെ പേര് ഇതുവരെ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരാൾ മറ്റേ കഴിഞ്ഞ 4 ഗ്രൂപ്പില് രതീഷ് കുമാറിനോട് അടി ഉണ്ടാക്കിയ ഒരു കോമണറില്ലേ, നല്ലതായിട്ട് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. രതീഷ് കുമാറിനോട് കഴിഞ്ഞ ദിവസം നല്ല അടി ഉണ്ടായിട്ടുണ്ട്. രതീഷ് കുമാർ പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ രതീഷ് കുമാറിന് മാത്രം വേറെ വലിയ സംഭവം കേട്ടോ. നീ ഇപ്പൊ പറഞ്ഞില്ലേ കോമണറിന്റെ പേര് പോലും അറിയില്ലാന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമുക്ക് അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പേര് ഓർമ്മയുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അതുവരെ ഇത്രയും സമയം ആയതുകൊണ്ട് ഇത്രയും സമയത്തിൽ ഇത്ര ഇമ്പാക്ട് ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇവര് പ്ലാൻ ചെയ്തത് എന്നൊക്കെ മാറുമെന്ന് നമുക്ക് വിചാരിക്കാം. റിയൽ ഗെയിം ഇപ്രാവശ്യം മറ്റേ നിങ്ങൾക്ക് ആരെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ടോപ്പ് 5ലോട്ടൊന്നും ആവാനായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ലെവലിലേക്കൊന്നും പോകാനുള്ള സംഭവം ആയിട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പം ആ ക്വാളിറ്റിയുള്ള എനിക്കൊന്നും ഈ രതീഷ് ഒന്നും ഒരു 4 എപ്പിസോഡ് മീൻസ് 4 വീക്ക് പോലും തികയ്ക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ അല്ല ഞാൻ ഇൻട്രസ്റ്റിംഗ് കൂടെ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മോഹൻലാൽ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഡാൻസറെ കൊണ്ട് വാദിപ്പിക്കുക, മറ്റേ കിക്ക് ബോക്സിനെ കൊണ്ട് ചെസ് കളിപ്പിക്കുക, അങ്ങനെ. അപ്പം ഇപ്രാവശ്യമെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്താ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടാസ്കുകൾ കൊടുക്കുക. അതായത് ആൾക്കാരുടെ ക്വാളിറ്റി കുറച്ച് അല്ല എങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ടാസ്കുകൾ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദെൻ ഗെയിം ഇസ് ഗോണ ചേഞ്ച്. ടോപ്പ് 5 നമ്മുടെ പ്രഡിക്ഷൻസും ബാക്കിയുള്ള എപ്പിസോഡ് വൈസ് നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങളൊരു പബ്ലിക് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഡിസ്കഷനിൽ പങ്കെടുക്കാം. നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയൊരു അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മതി. ഇത്രയും പേരെ വിഷ്ണു ചേട്ടാ. ഓക്കെ, താങ്ക് യു, ബൈ.